ഹായ് ഗായ്സ്, അപ്പൊ എന്താണ് പരിപാടീസ്? ഞങ്ങളുടെ ബെഡ്റൂമിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് അപ്പത്തൊട്ട് ആൾക്കാർ പറയുന്നതാണ് ഈ ബെഡ്റൂമിന്റെ അറേഞ്ച്മെന്റ്സ് ഭയങ്കര മോശമാണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലേ, ബെഡ്റൂമിലെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ട്. കാരണം എനിക്കിപ്പോ ഇവിടുത്തെ കൊച്ചുകളാണ് ഫോൺ പിടിച്ചേക്കുന്നത്. ഇവിടെയാണ് ബെഡ് ഇട്ടിരിക്കുന്നത്, AC ഇവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ AC-യുടെ കാറ്റ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ബെഡിലേക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് രാത്രി ആകുമ്പോഴത്തേക്കും പുട്ടിന് ചൂടാണ്. പിന്നെ ഈ അലമാര ഇവളുടെ വേണ്ട, ഇവളെക്കാളും വലിപ്പമുള്ള അലമാര കൊണ്ടാണ് ഇവളി മുന്നിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അലമാര ഇവിടെ നിൽക്കുന്നത് കൊണ്ട് നമുക്കിത് അതിന്റെ ബാക്കിൽ ഇപ്പുറത്തായിട്ടാണ് ഞങ്ങളൊരു മിറർ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ആകെപ്പാടും മൊത്തത്തിൽ കുറച്ച് അൽക്കുലത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ മിറർ ഇവിടുന്ന് അഴിച്ചു മാറ്റിയാൽ മാത്രമേ ഈ കട്ടിലിന്റെ പൊസിഷൻ ഒന്നും മാറ്റാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെ മിററിന് ഓപ്പോസിറ്റ് ബെഡ് വരെ എഴുതുന്നുണ്ട്. അപ്പം അതുകൂടെ മാറ്റും. അത് മറ്റേ ഇവളുടെ മറ്റേ എന്താ പറയണ്ടേ, അങ്ങനെ അത് ഇവളുടെ ശാസ്ത്രപരമായിട്ടുള്ള കുറച്ച് ശാസ്ത്രമല്ലല്ലോ അല്ലേ, എന്തൊക്കെയാ കണ്ടുപിടുത്തങ്ങൾ. അതെ. പിന്നെ ഇത് കണ്ട, ഇത് കല്യാണ സമയത്ത് ഞാൻ പിടിപ്പിച്ചതാണ്. ഇവിടെ എന്റെ സാധനങ്ങൾ വെക്കാൻ വേണ്ടി പിടിപ്പിച്ചിട്ടേ ഞാൻ പിടിപ്പിച്ചതാ. പക്ഷെ ഞാൻ പിടിപ്പിച്ചപ്പോ ഇത് ഇങ്ങനെ സാധനമാണ്. ഇത് ഓരോ ദിവസം കഴിയുമ്പോഴേക്കും ഇങ്ങനെ 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 ആയിട്ട് ഇതിന്റെ മുകളിൽ ഇതിനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ താഴത്തെ വീഴുന്ന അവസ്ഥയാണ്. അപ്പോ ഞാൻ പോയി അപ്പൊ ഞാൻ കുറച്ച് ടൂൾസും പരിപാടീസ് ഒക്കെ ഉണ്ട്. നമുക്ക് കല്യാണത്തിന് കിട്ടിയ കുറെ ഫ്രെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനാണ് കല്യാണത്തിന് മുന്നേ അതുകൊണ്ട് കൊച്ചുമോളാണെന്ന് ഹെൽപ്പറായിട്ടുണ്ടായിരുന്നത്. അതെ, ബുദ്ധിയുള്ള ആള് വന്നപ്പോ എങ്ങനെയുണ്ടെന്ന് അറിയാലോ. അതെ അതെ അതെ, നോക്കട്ടെ നിന്റെ ബുദ്ധി എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ നമ്മള് ഈ ഒരു ബെഡ്റൂമിന്റെ ഫുൾ അറേഞ്ച്മെന്റ്സ് മാറ്റാൻ വേണ്ടി പോവാണ്. നമുക്ക് കല്യാണത്തിന് കിട്ടിയ കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് അല്ലെ, ആ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. പണിക്കാരൻ ഞാൻ തന്നെയാണ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിറർ നമ്മുടെ പ്ലാൻ അച്ചു ഈ സാധനം കണ്ടോ, അതായത് ഈ അലമാര എടുത്ത് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സാധനങ്ങളുണ്ട്, അലമാര മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ മിറർ ഇവിടുന്ന് അഴിച്ചു മാറ്റിയാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഈ മിറർ ഇവിടുന്ന് അഴിച്ചു മാറ്റാൻ വലിയ ടാസ്ക് ഉണ്ട്. ഈ മിററിന്റെ ബാക്കില് പഴയ കളർ പെയിന്റ് ആയിരിക്കണം. രണ്ട് സെപ്പറേറ്റ് ആണ്. മിറർ ഇവിടെ വെക്കണോ? മിറർ ഇവിടെ വെക്കണോ? നമുക്ക് അപ്പുറത്തെ അവിടെ കൊണ്ട് വെക്കാം. എങ്ങനെ എന്തെങ്കിലും സാധനം എടുക്കുമ്പോഴേക്കും മിറർ പൊട്ടി കഴിഞ്ഞാൽ മൊത്തത്തിൽ പ്രശ്നമാവും. ആ വീട്ടിലെടുക്കുന്ന മുറിയില്ലേ, ഉറപ്പാണല്ലോ. നീ പതുക്കെ കൊണ്ടുപോകണം എന്റെ അച്ചു, നിന്റെ വെളുപ്പ് കാണിക്കില്ല ഇവിടെ. അറ്റം പിടിക്കാം. എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതിന് മുകളിൽ വെക്കാന്ന് വെച്ചിട്ട് മെയിൻ പരിപാടി ഈ മിറർ അഴിച്ചു മാറ്റുന്നുള്ളതായിരുന്നു. അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. മിറർ അഴിച്ചു മാറ്റിയപ്പോഴത്തേക്കും നീ ക്യാമറ എത്രത്തോളം മനസ്സിലാവുന്ന അറിയാൻ പാടില്ല. ഇവിടെ പണ്ടത്തെ ഒരു വൈറ്റ് പെയിന്റ് ആണ് മിറർ ഇടുന്ന ഭാഗത്ത്, ഇവിടെ ഒരു ക്രീം പെയിന്റ് ആണ്. ഒന്ന് റീടച്ച് ചെയ്യേണ്ടി വരും. ഇനി ഇതേ ഈ ഒരു അലമാര നേരെ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണ്, എൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസിലേക്ക് മാറ്റാനായിട്ടാണ്. ഇതേ ഇതെൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു ടേബിളാണ്. ഈ ടേബിള് നേരെ ഇപ്പുറത്തോട്ട് വരണം. ഈ ഒരു കട്ടിൽ നേരെ ഈ അലമാരയുടെ ഈ ഒരു പൊസിഷനിൽ വരണം. മൊത്തത്തിൽ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണേ. സോ ഗൈസ്, ദേ ഈ സാധനം, ഈ ഒരു ടേബിൾ ഇങ്ങോട്ട് തള്ളി മാറ്റാണ്ട് ആ കട്ടിൽ ഇങ്ങോട്ട് വരത്തില്ല. ഇതിന്റെ മുകളിൽ ഇത്രയും സാധനം ഇരിപ്പുണ്ട്. പിന്നെ ഇതിന്റെ അകത്തൊക്കെ വേറെ ഇതൊക്കെ ആവശ്യമുള്ള സാധനം. അതെ, ഞാൻ വായിച്ച ബുക്കൊക്കെ. അപ്പൊ കമ്പ്യൂട്ടർ ടേബിൾ മൊത്തത്തിൽ ഞാൻ കാര്യം ചെയ്യാം. നീ ബാക്കിൽ തള്ളിക്കോ. തള്ളു തള്ളു തള്ളു, നാക്കോണ്ട് തള്ളു. തള്ളടോ, എടാ തള്ളടോ, തള്ളടോ അങ്ങോട്ട്. അലം പിടിക്കല്ലേ, തള്ളു. തള്ളു 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 തള്ളു. ഞാൻ പിടിച്ചിട്ടുണ്ട്, തള്ളിക്കോ. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇല്ല ഇല്ല, പാടൊന്നും പെടുത്തില്ല. ആ വൃത്തിയായിട്ട സൗണ്ട് കേൾക്കുന്നു. ഇതിന്റെ ഇടക്കൊണ്ട് ഈ മണ്ടത്തരം കാണിച്ചു വെച്ചിട്ടില്ലേ. ഓക്കെ, ഇവിടെ നിറച്ച് പൊടി. നോക്കി ഇങ്ങോട്ട് വന്നേ, ഇത് കണ്ടോ ഈ ഒരു ഭാഗത്ത് ആ ടേബിൾ ഇടുന്നുണ്ട്. സോ ഗൈസ്, ഇനിയിപ്പോ നമ്മള് ആ ഒരു ഭാഗത്തേക്ക് ഈ വലിയ അലമാര തള്ളു തീക്കാൻ വേണ്ടി പോവാണ്. എന്തുമാത്രം എന്റെ അമ്മച്ചി തള്ളടോ അങ്ങോട്ട്. ഞാൻ ഇവിടെ തള്ളു, അവിടെ വന്നിട്ട് എന്ത് കാണിക്കാനാണ്? തള്ളു. ജിമ്മിൽ പോയിട്ട് എനിക്ക് അവിടെ അലമാരകളാണ് എന്റെ പണി. തള്ളങ്ങോട്ട്, പെട്ടെന്ന് നീങ്ങി പോവോ? തള്ളങ്ങോട്ട് തള്ളു.
ശക്തി ഉപയോഗിച്ച് തള്ളു. തള്ളടോ. തള്ളങ്ങോട്ട്. തന്റെ തള്ളു നിർത്തി കണ്ടോ? ഇത് തള്ളു. ഞാൻ തള്ളു. വിഷയം അറിയാവാ, ഇവിടെ നമ്മള് കഷ്ടപ്പെട്ട് നമ്മൾ ആരോഗ്യം കൊണ്ടും ബുദ്ധി കൊണ്ടും പണിയെടുക്കുമ്പോ ഇവിടെ ഒരു മണ്ടി ഇടക്ക് പോഴത്തങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ഇത് തന്നെ എടുക്ക്. ഇത് ഒറ്റക്ക് നിൽക്കിയേ പോരെ. നീക്ക് നീക്ക്. ഞാൻ കാണിച്ചു. ഇത് ഒറ്റക്ക് നിൽക്കുന്ന പരിപാടി എനിക്ക് വലിയ ബുദ്ധിരുന്നല്ല. കാണിച്ചോ, ആരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഇതിനൊറ്റക്ക് അവിടം വരെ എത്തിക്കും. അത്ര നിക്കണ്ടായിരുന്നു പോരെ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ടുള്ള എല്ലാ ഡ്രസ്സും എടുത്ത് ഇതിനകത്ത് തൂക്കിയിട്ടുണ്ട്. പൊന്നച്ച അതെല്ലാം നിങ്ങളുടെയാ, എന്റെ അല്ല നിന്റെ. അറിയാം. നിങ്ങൾ എന്തിനാ പറയുന്നു? ഞാനത് 2 തവണ ശരിയാക്കിയതാ. ഞാൻ ഇങ്ങോട്ട് തള്ളുമ്പോ നീ അങ്ങോട്ട് തള്ളണം. അങ്ങോട്ട് തള്ളു. യെസ്. തുറന്നു നോക്കിയേ. മാക്സിമം അല്ലേ ഇത്? ഓക്കെ. എന്റെ ഷർട്ടൊക്കെ വെച്ചിരിക്കുന്ന അത് തുറക്കാൻ പറ്റുന്ന രീതിയിൽ വേണം. ഓക്കെ, ഡൺ. ഇപ്പൊ കറക്റ്റ്. യെസ്, സെറ്റ് ആയില്ലേ? ഇവിടെ വേണമെങ്കിൽ ഒരു കസേരയിട്ട് ഇരിക്കുകയും ചെയ്യാം. ഇവിടെ വെക്കാൻ പറ്റും മിറർ. ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ലേ? അവിടെ ഇവിടെ നോക്കും. അത് ശരിയാ. ഭയങ്കര ഒരു കാര്യം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മിറർ മറ്റേ നമുക്ക് താഴത്തിടാം. അവിടെ നമുക്ക് അതിന്റെ മേളിൽ കയറിയിരിക്കാം. ഇവിടെ അതിനൊക്കെ സ്ഥലം വേണ്ടോ? ഇവിടെ മിറർ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മിറർ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത്ര അടുത്ത് നിന്നാണ് എല്ലാവരും മിറർ നോക്കുന്നത്. അവിടെയാണ് മിറർ വെക്കുന്നതെങ്കിൽ നമുക്ക് ഇത്രയും ദൂരത്ത് നോക്കാം നമ്മുടെ ലുക്സ് എങ്ങനെ ഉണ്ടെന്നൊക്കെ, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റിച്ചതാണ്. ഇവിടെ ഈ മന്ദബുദ്ധിയെ എനിക്ക് കിട്ടിയപ്പോ ഞാൻ പറ്റിക്കപ്പെട്ടു കഴിച്ചു. എന്ത് പറഞ്ഞാലും ഓരോ മണ്ടത്തരങ്ങൾ ഇങ്ങനെ പടിപടിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ പറ്റിയാണ് എനിക്ക് അറിയേണ്ടത്. എന്താണ് കിട്ടുന്ന വിലക്ക് വിൽക്കാൻ വെച്ചിരിക്കും. അത് കറക്റ്റാ. എന്നെ കിട്ടുന്ന വിലക്ക് വിൽക്കാം. കാരണം എന്താ, വിറ്റ കാശ് കിട്ടും. ഇതിന് അങ്ങനത്തെ ഓപ്ഷൻ ഇല്ല. കാരണം ആരും എടുക്കില്ല. കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിനെ കൂടെ കൊടുക്കേണ്ട ഗതികളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ആ കമന്റ് പറയില്ല. വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണം ഞാൻ പറയില്ല. ആരും വാങ്ങിക്കില്ല. കഴിഞ്ഞിട്ടെന്തിനാണ്? ഓഹോ, നീ പോക്കി. ഇതേ ചാൻസ് എനിക്കും കിട്ടൂടി. നീ കണ്ടോച്ചോ അന്ന് ഞാൻ. സോ ഗൈസ്, അങ്ങനെ പണിയൊക്കെ എടുക്കുന്നതിന്റെ ഇടക്ക് ഒരു ചായ കുടിക്കാനായിട്ട് ഗ്യാപ്പ് എടുത്തു. ഡോ പണിക്കള്ളി, ഞാൻ ഒറ്റക്ക് മൊത്തം അറേഞ്ച്മെന്റ്സ് ചെയ്തതിന്റെ ക്ഷീണത്തിൽ കൊച്ചുമോനോട് ഇരിപ്പുണ്ട്. കൊച്ചുമോൾക്ക് ഇപ്പോഴും പനി മാറിയിട്ടില്ല. മോന്തയൊക്കെ വലിച്ചിരിപ്പുണ്ട്. എങ്ങനെയുണ്ട് കൊച്ചുമോളെ? അച്ഛേ, ഡെസ്റ്റിനേഷൻ വീണ്ടും നമുക്ക് പണിയെടുക്കാം. വാ. സോ ഗൈസ്, ഇനി നമ്മൾ ആ റൂമിലേക്കുള്ള ഫോട്ടോ ഫ്രെയിംസ് വെക്കാൻ വേണ്ടി പോകാം കേട്ടോ. നമ്മൾ അന്ന് അൺബോക്സ് ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛോ, അത് ഇന്നമളി വെക്കണോ? കുറെ ഫോട്ടോ ഫ്രെയിംസ് നമുക്ക് ഉണ്ട്. ഇത് അൽത്താഫ് വന്നത് അല്ലേ? ഇത് ഹാളിൽ വെക്കാനായിട്ടാണ്. അത് ലാസ്റ്റ് എടുക്കാം. അതോടെ വെച്ചു. നമുക്ക് റൂമിൽ വെക്കാൻ പറ്റുന്ന ഒരു 4-5 ഫോട്ടോ ഫ്രെയിംസ് ഇപ്പൊ നമുക്ക് എടുക്കാം. സോ ഗൈസ്, നമ്മൾ ആയുധം വെച്ചിട്ടുള്ള പരിപാടിയുടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകട്ടോ. നമ്മളിവിടെ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് സോ ഗൈസ്, അങ്ങനെ അത്യാവശ്യം നമ്മൾ ഫോട്ടോ ഫ്രെയിംസ് എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൂടുതൽ ഫോട്ടോ ഫ്രെയിംസിന് വെക്കേണ്ടത് വെച്ചു അല്ലേ? ഒത്തിരി വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായി പോകും. നമുക്ക് തൽക്കാലം ഈ ഒരു ഇപ്പൊ നമ്മൾ ഇവിടെയാണ് നമ്മുടെ കട്ടിൽ വരിക. കട്ടിലിന്റെ നേരെ മുകളിലായിട്ട് ഇത്രയും ഫോട്ടോ ഫ്രെയിമാണ് ഇപ്പോൾ അറേഞ്ച് വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ബെഡ്റൂമിന്റെ പണിയെല്ലാം ഞാൻ ഒറ്റയ്ക്ക് തീർത്തിട്ടുണ്ട്. എന്താടോ എന്താടോ ക്ലീൻ ചെയ്തത് നീ. അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു തരാം. അങ്ങനെയല്ല, ഇത് കണ്ടത് ഞാൻ കാണിച്ചു തരാം. കണ്ടത് നമ്മള് ഫ്രെയിം എല്ലാം അവിടെ വെച്ചു. എനിക്കറിയാം. നേരത്തെ അലമാരി ഇടുന്ന എനിക്ക് പറയട്ടോ കുളവാക്കാതെ. കണ്ടതേ ബെഡൊക്കെ സെറ്റ് ചെയ്ത് ഒന്ന് മാറിക്കുക. അവിടെ നിന്ന് ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ രീതിയിലേക്ക് അറേഞ്ച്മെന്റ്സ് എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. കണ്ടല്ലോ. നേരത്തെ ഈ സാധനം നേരത്തെ ഇങ്ങനെ വളഞ്ഞിരുന്നതാണ്. നമ്മൾ നേരെയാക്കി 2 ആക്കി. മൂന്നാമത്തത് ഊരി കളഞ്ഞു. ഇനിയിപ്പോ ഇവിടെ പുട്ടിയൊക്കെ ഇട്ട് ഇവിടത്തേക്കൊന്ന് ലെവലാക്കാനുണ്ട്. പിന്നെ ആ മിറർ കണ്ട, മിറർ നമ്മൾ അങ്ങോട്ട് നീക്കി. നേരത്തെ ഇരുന്ന പൊസിഷനിൽ അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. ഇനി ഈ കമ്പ്യൂട്ടർ ആക്ച്വലി ഇനി ഇവിടെയാണ് നമുക്ക് അറേഞ്ച്മെന്റ്സ് വേണ്ടത്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല, മോണിറ്റർ വർക്ക് ചെയ്യുന്നില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പം മോണിറ്റർ ഒന്ന് ശരിയാക്കിയിട്ട് ഇവിടെ എല്ലാം ഒന്ന് ഇനി ഈ ഒരു മേശ കൂടെയാണ് ഇനി ഒരു സെറ്റ് ആക്കാനുള്ളത്. ബാക്കിയെല്ലാം അലക്കാത്ത തുണികളൊന്നും അല്ല എന്റെ വെച്ചു. അത് നമ്മളിപ്പോ എല്ലാ റൂമിനകത്തും നമ്മൾ ഡ്രസ്സ് മാറിയിട്ട് ഹാങ് ചെയ്യാനായിട്ട് ഇതുണ്ടാവും. അത് അത്രേ ഉള്ളൂ. അലക്കാൻ സമ്മതിക്കുന്നല്ല. നമ്മളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ബോയ്സ് ആണുങ്ങൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. കാരണം നമ്മൾ ഒരു ദിവസം ഒരു ഷർട്ട് ഇട്ടിട്ട് അപ്പം തന്നെ എടുത്ത് ഞാൻ അലക്കാറില്ല, ജീൻസാണ് അലക്കാറില്ല. ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് വെയിലത്ത് കൊണ്ടിടും. എന്നിട്ട് കുറച്ച് ദിവസം പിന്നെയും കഴിയുമ്പോൾ പിന്നെ എടുത്തിടും, വെയിലത്തിട്ടിട്ട് അങ്ങനെയാണ്. ഞാൻ 6 മാസമൊക്കെ ജീൻസ് അലക്കാതെ കൊണ്ട് നടക്കും. അതൊന്നും വിഷയമൊന്നുമില്ല.
എന്താണ് നന്നായി ഗായ്സ്? അപ്പൊ നമ്മുടെ അറേഞ്ച്മെന്റ്സ് ഓൾമോസ്റ്റ് ഇപ്പോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് ബാക്കി പരിപാടീസ് മിനുക്ക് പണിയൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാം. ഓക്കെ, അപ്പൊ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി. ഞാൻ മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചുമക്കളൊക്കെ സഹായിക്കാൻ വന്നു, ഇടയ്ക്ക് അമ്മയ്ക്ക് സഹായിക്കാൻ വന്നു. എല്ലാവരുടെയും സഹായത്തിന്റെ ഇതിലാണ് നമ്മൾ ഈ ഒരു പരിപാടി ഇവിടെ തീർത്തത്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.